ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈസ്റ്ററാണ്. അപ്പോൾ എൻ്റെ വക, എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈസ്റ്റർ ആശംസകൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇന്ന് അപ്പോ ഇറച്ചിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് അപ്പോ ഇറച്ചിയൊന്നുമില്ല. അതിന് പകരം ഞങ്ങളിന്ന് അടയും കട്ടനും കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഞങ്ങൾക്ക് അടയുണ്ടാക്കാനൊരു ആഗ്രഹം, ഒരു അട കഴിക്കണമെന്നൊരു മോഹം തോന്നി. അപ്പോൾ അടയ്ക്ക് വേണ്ടിയിട്ട് മാവെല്ലാം കുഴച്ച് വെച്ചിട്ട് ഞാൻ ഇലയില്ലാത്തതുകൊണ്ടിട്ട് അടുത്ത പറമ്പിൽ പോയി കുറച്ച് വട്ടയില എടുത്തുകൊണ്ട് വന്നു. അപ്പം നമ്മളെ ഇവിടെ ഇലയപ്പോന്നും വത്സി എന്നൊക്കെ പറയുന്ന സാധനമാണ്. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇപ്പം മധുരമൊക്കെ വലിയ കുറവായതുകൊണ്ടിട്ട് വലിയ ഇതില്ല. പക്ഷേ ഇന്നെന്തോ ഒരു ആഗ്രഹം തോന്നി. ഇന്ന് എന്തായാലും കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഇല പറിച്ചുകൊണ്ട് വന്നു. ഒരു 6 7 എന്തോ ഉണ്ടാക്കി. നമുക്ക് അത്രയും മതി, വലുതായിട്ടൊന്നും വേണ്ട. അപ്പം അതിൻ്റെ കൂടെ കട്ടനും കൂടെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പാൽ വാങ്ങിച്ചില്ല, പാൽ കൊടുത്തുകൂടെ പിള്ളേർക്ക്. കഫത്തിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ടിട്ട് സുഖമില്ലാത്തല്ലേ. അപ്പം കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം പാൽ കൊടുക്കണില്ല. ഇപ്പം 2 പിള്ളേർക്കും പാൽ കാച്ചി കൊടുക്കണില്ല. മൂത്തോൾ പാൽ ചായ കുടിക്കത്തില്ല, ഇളയവൾ കുടിക്കും. പക്ഷേ വയ്യാത്തതുകൊണ്ടിട്ട് ഞാനത് കൊടുക്കണില്ല. അപ്പം കട്ടൻ ചായയിൽ ഒതുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കട്ടനും കൊടുത്ത്, കട്ടനും ഇട്ട് അടയും കൂടെ എടുത്ത് ഞാനതെടുത്ത് ഒരു വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാത്രത്തിലാക്കി 2 പേർക്കോട്ട് അതെടുത്ത് ഇലയൊക്കെ പറിച്ച് വെച്ച് 2 പേർക്കും കഴിക്കാൻ കൊടുത്തു. ഞാനും കഴിച്ചു. അപ്പം നമ്മളെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രത്തിൽ, വീട്ടിൻ്റെ അടുത്ത് ഇപ്പോൾ അടുക്കള ലാസ്റ്റ് ഉത്സവം തുടങ്ങണം. അപ്പം കാവിൽ അതിൻ്റെ ശബ്ദം കേൾക്കാവോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് മൈക്കിൽ കൂടെ അവിടുത്തെ നാമം ജപം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിപ്പോൾ ഈ ശബ്ദം കൊടുക്കുമ്പോൾ അതും കേൾക്കുകയാണ്. അപ്പോൾ ഇതിൽ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങളിന്ന് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇലയപ്പവും കട്ടൻ ചായയും. പണ്ടൊക്കെ ഇലയപ്പം എന്ന് പറയും. ഇപ്പോഴും ആ ഇലയപ്പത്തിനൊരു മാറ്റമില്ല. ഇപ്പോഴും ഇലയപ്പം കട്ടൻ ചായ. അല്ല, ചില സ്ഥലത്ത് അടയെന്ന് പറയും, ചില സ്ഥലത്ത് വത്സ്യം എന്ന് പറയും. വത്സ്യമൊന്നും നമ്മുടെ ഇവിടെയൊക്കെ തന്നെ പറയണത്. ഇപ്പോൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അടയും കട്ടനും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിള്ളേർക്കെല്ലാം കൊടുത്തു, അവർ കഴിച്ച്. അതിനുശേഷം ഞാനും കഴിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈസ്റ്റർ ആശംസ പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല എന്ന് എനിക്കറിയാം. ഭയങ്കര റീച്ചായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ. കൂടി മറിഞ്ഞ 4 5 8 10 അത്ര തന്നെ. എന്ത് സ്നേഹമെന്നറിയാം എല്ലാവർക്കും എന്നോട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം, ഇടയ്ക്ക് വരാം, അങ്ങനെയൊക്കെ പറയാം. അപ്പം ബായ്.